SFI 35ാമത് സംസ്ഥാന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കം. പതാക കൊടിമര ദീപശിഖ ജാഥകൾ തലസ്ഥാനത്തെത്തി. പൊതുസമ്മേളന നഗരിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വാഗത സംഘം ചെയർമാൻ M. വിജയകുമാർ പതാക ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളന നഗരിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലെ സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വൈകിട്ടോടെയാണ് പതാക കൊടിമര ദീപശിഖ ജാഥകൾ എത്തിയത്. ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ രക്തസാക്ഷി ധീരജിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് പതാക എത്തിച്ചത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ അഭിമന്യു സ്മൃതി മണ്ഡപത്തിൽ നിന്നും ദീപശിഖയും തിരുവനന്തപുരം പാറശാലയിലെ സജിൻ ഷാഹുലിന്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് കൊടിമരവും എത്തി. സ്വാഗത് സംഘം ചെയർമാൻ M. വിജയകുമാർ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. ഈ പുതിയ കാലഘട്ടത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വിദ്യാഭ്യാസത്തെ തന്നെ വർഗീയവൽക്കരിക്കുവാനും വാണിജ്യവൽക്കരിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉള്ള കടമകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായ ഒരു സമ്മേളനം, സംസ്ഥാന സമ്മേളനത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ബുധനാഴ്ച രാവിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് 10,000 പങ്കെടുക്കുന്ന വിദ്യാർത്ഥി റാലി സംഘടിപ്പിക്കും. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ബുധനാഴ്ച വൈകിട്ട് 4-ന് AKG ഹാളിലെ അഭിമന്യു ധീരജ് നഗറിലാണ് പ്രതിനിധി സമ്മേളനം. ഇന്ത്യയിലെ ക്യൂബൻ അംബാസിഡർ ജുവാൻ കാർലോസ് മാർസൻ അഗുലേര ഉദ്ഘാടനം ചെയ്യും. ക്യൂബൻ മിഷൻ ഡെപ്യൂട്ടി ഹെഡ് ആബേൽ അബെല്ലെ ഡെസ്പൈ മുഖ്യാതിഥിയാകും. 503 പ്രതിനിധികളും 71 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ലക്ഷദ്വീപിൽ നിന്നുള്ള 3 പ്രതിനിധികളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. വ്യാഴാഴ്ച വൈകിട്ട് മുൻ ഭാരവാഹികളുടെ സംഗമം നടക്കും. വെള്ളിയാഴ്ച പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പോടെയാണ് സമ്മേളനം സമാപിക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.